എന്നാ പിന്നെ കേരളം വിട്ടാലോ? കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാം കടലിന്റെ. യുദ്ധം നടക്കുന്നുണ്ട് തന്നെ പടച്ചോനികൾ കാത്തോളി എന്ന് പറഞ്ഞ ഡ്രസ്സും മാറ്റി ഫവാസിനും എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫുഡും കഴിച്ച് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഉള്ളു കൂടി ഉള്ളത് വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ ഇത് എന്ത് പ്രശ്നത്തിലാക്കിയാണ് പോണെന്നുള്ളതാണ്. ചത്താലും ചമഞ്ഞ് നടക്കണം എന്നുള്ളതുകൊണ്ട് കണ്ണാടി എടുക്കാൻ പറഞ്ഞില്ല. കൂട്ടത്തിൽ ഡാഡി അടങ്ങി അവിടെ ഫവാസിന് വൻ ഉപദേശമായിരുന്നു സ്പീഡ് പോകരുത് എന്ന്. ആദ്യം വണ്ടി മുന്നോട്ട് പോയപ്പോൾ റായിവ് മാത്രമാണ് കയറുന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ ബാഗ് വരെ കിടത്തിയിട്ട് അതിന്റെ മേലെ കൂടി മടലമുട്ടായി നിന്നോണ്ടിരിക്കുന്ന കുരിപ്പുകളാണ് ഞാൻ പിന്നെ കണ്ടത്. പേടന്റെ പാട്ടിന് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ നേരം കുറച്ചായതുകൊണ്ട് കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി എല്ലാ കഴിവേറികളെയും പുറത്തിറക്കി ഒരു ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ഷാജുബായി നേരെ ഓടി കയറിയ ലേഡീസ് ടോയ്ലറ്റിലേക്കായിരുന്നു. ആണല്ലേ? ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് ആട്ടുംകുട്ടികളെ കണ്ടപ്പോ അവസാനം കോയമ്പത്തൂർ എയർപോർട്ടിലേക്കും എത്തി. ഈ എയർപോർട്ടിന്റെ കഥ നാളെ പറഞ്ഞുതരാം. അപ്പോൾ നേരെ ജയ് ഹിന്ദും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ.